ആ ശ്രമങ്ങൾ ഇനിയും തുടരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ കുറിച്ചുള്ള ആളുകൾക്കിടയിലെ മതിപ്പ് കുറഞ്ഞു പോകുന്ന സാധ്യതയുണ്ടാകും. അതുവഴി നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ മഹാരഥന്മാരായ സയ്യിദന്മാർ അവർ അനാദരിക്കപ്പെടുകയും അവമതിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സമസ്ത കോലത്തിൽ വല്ലാത്ത കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെ വിദ്യാഭ്യാസ പുരോഗമനത്തിന്റെ യാത്രയിൽ ഇത്രമേൽ വലിയ സ്വാധീന ശക്തിയുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന് അത്തരമൊരു അവമതിപ്പുണ്ടാവുക എന്ന് പറയുന്നൊരു വലിയ ദുരന്തം ഉണ്ടാകരുത് എന്ന ബോധ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു വികാരവായ്പോട് കൂടെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയുന്ന ഒറ്റ കാര്യമില്ലേ ഉള്ളൂ. ഞങ്ങളൊക്കെ സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് വേണ്ടി കഴിഞ്ഞ 35 കൊല്ലം, എന്റെ പ്രായത്തിന്റെ കണക്കനുസരിച്ച് പറയാം, അതിനു മുമ്പ് പ്രവർത്തിച്ചവരും അതിനേക്കാൾ വലിയ വലിയ ഭീഷ്മാചാര്യന്മാരെ പോലെ ഇരിക്കുന്നവരും ഇവിടെയുണ്ട്. പക്ഷേ 89-ൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി നിൽക്കുമ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ള സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ പല വഴിയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന പർവ്വത സമാനരായ പണ്ഡിതന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ വിശുദ്ധരായിരുന്നു, നിഷ്കാമകർമ്മികളായിരുന്നു. അവരൊരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാത്തത്ര സൂക്ഷ്മശാലികളായി ജീവിച്ചവരായിരുന്നു. അവരാണ് പറഞ്ഞത് ഇന്നത് ശരിയാണ്, അവരാണ് പറഞ്ഞത് ഇന്നത് തെറ്റാണ്. 89-ൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം അനുഭവിച്ച ഒരു വല്ലാത്തൊരു സ്വത്വ പ്രശ്നം ഉണ്ടായിരുന്നു. ആ സ്വത്വ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഇന്ത്യയിൽ 1937-ൽ തന്നെ നിയമമാക്കപ്പെട്ട ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുസ്ലിം വ്യക്തി സംബന്ധമായിട്ടുള്ള പ്രശ്നം വന്നാൽ, അതിൽ പ്രത്യേകിച്ചും വിവാഹവും അനന്തര സ്വത്തുമായി ഒക്കെ ബന്ധപ്പെട്ട വിഷയം വന്നാൽ ആ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടിടത്ത് the law of decision in the cases where the parties are Muslim shall be the Muslim personal law. അത് മുസ്ലിം വ്യക്തി നിയമമായിരിക്കണം അവിടെ എടുക്കേണ്ടത് എന്ന് തീരുമാനമെടുത്ത 37 നിയമം അതൊക്കെ മാറ്റണമെന്ന് പറയുന്ന വിധം ഏക സിവിൽ കോഡ് നിയമം കൊണ്ടുവരണമെന്ന ഒരു വാദം വന്നപ്പോ ഈ ശരീഅത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് വരുമ്പോ ഇന്ത്യയിലെ എല്ലാ വിഭാഗം മുസ്ലിം നേതാക്കളെയും സമുദായങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ മൂവ്മെന്റിന്റെ മുന്നിൽ നിന്നയാളാണ് മഹാനായ ശൈഖുന ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസുല്ലാഹു സിർറഹു. ഇന്നിപ്പോ നമ്മൾ കാണുന്നത് ചിലര് ചോദിക്കാൻ അപ്പുറത്ത് നിൽക്കുന്നവരെ നിങ്ങളുടെ വർത്തമാനമാണ് ശരിയെന്ന് തോന്നിപ്പോകുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വരാമെന്ന് പറയുന്നത് ആ ശരി ഞങ്ങൾ ഇതാ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, ആ ശരി നിങ്ങൾ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ 35 കൊല്ലം മുമ്പ് ശരി പറഞ്ഞ മഹാരഥന്മാരായ നേതാക്കൾക്ക് നേരെയാണ് നിങ്ങൾ ആ വിരൽ ചൂണ്ടലെന്ന് നോക്കണം. മഹാനായ കണ്ണീർ ഉസ്താദിനെതിരാണ്, ശംസുൽ ഉലമക്കെതിരാണ്. ഇനി അവരുടെ പ്രായത്തെയാണ് പരിഗണിക്കുന്നതെങ്കിൽ ആ കാലത്ത് ഏറ്റവും ശക്തമായി നിസ്തുലമായ ഒരു ദാർശനിക ബോധ്യത്തോടുകൂടെ പ്രസംഗിച്ച മഹാനായ നാട്ടിക മുസ്ലിംക്കെതിരാണ്, KT മുസ്ലിംക്കെതിരാണ്. അവർക്കെതിരായി തീരുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ ആ രീതിയിൽ നിങ്ങൾ ഊന്നുന്നു എന്ന് പറയുന്നതാണ് ഇതിലെ മാരകമായ അപകടമായി നമ്മൾ കാണുന്നു. ചോദ്യം ഇതായിരിക്കണം, അന്നെടുത്ത തീരുമാനം ശരിയല്ലെന്ന് വരുന്നിടത്താണ് നിങ്ങളുള്ളത്. അന്നെടുത്ത തീരുമാനപ്രകാരം പാണക്കാട്ടെ നേതൃത്വം എന്ന് പറയുന്നത് ഈ ഉമ്മത്തിന്റെ നേതൃത്വമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ അവർ പിടിച്ച പതാകയോടൊപ്പം നടക്കുകയും അവരുടെ പതാക നെഞ്ചു ചേർത്ത് പിടിക്കുകയും ചെയ്തവരായിരുന്നു മഹാന്മാരായ നമ്മുടെ ഗുരുവര്യന്മാർ. അത് ശരിയല്ലെന്ന് പറയാൻ തീരുമാനിക്കുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ 89-ൽ ഇറങ്ങിപ്പോയവരെ പോലെ ഇറങ്ങിപ്പോകാൻ വിധിക്കപ്പെട്ടവരായി മാറുന്നു എന്ന ദുരന്തമാണ് സംഭവം. അവിടെയാണ് അതാണ് പിന്നെ നമ്മൾ ഈ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യത്തിലും കാണും. ചില ലിംഗുണ്ടെന്നുള്ളത് ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു സമയം ഇനിയും ഇങ്ങനെയൊക്കെയാണ് ആവർത്തിക്കുന്നത് നിങ്ങൾ പറയേണ്ട ചില കാര്യങ്ങൾ വ്യക്തിപരമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം. ഇപ്പൊ പറയുന്നില്ല. അങ്ങനെ അച്ചാരം വാങ്ങിയെന്ന് അഭിനന്ദനം സൂചിപ്പിച്ചല്ലോ. അങ്ങനെ അച്ചാരം വാങ്ങിയിട്ടാണ് പണിയെടുക്കുന്നതെങ്കിൽ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയും. എങ്കിൽ ആ അച്ചാരം തിരിച്ചു കൊടുത്തിട്ടേ നിങ്ങളെ സമാധാനത്തോടെ ഉറക്കുകയുള്ളൂ എന്ന് സമുദായം മനസ്സിലാക്കുക. അതാണ് നിങ്ങളെന്തൊക്കെ തരത്തിലാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ കൂടിയാണ്, ഞാൻ അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ ഒറ്റക്കാര്യം എന്തൊരു തരത്തിലുള്ള അമാന്യമായ ഭാഷാ ഉപയോഗങ്ങളാണ്. 2 കൊല്ലം മുമ്പ് ഒരാൾ ഒറ്റക്കിരുന്ന് പ്രസംഗിച്ചിട്ട് അദ്ദേഹം വളരെ മോശമായ ഒരു പ്രയോഗം ഞാനിന്ന് ഫേസ്ബുക്കിൽ പറഞ്ഞു, പ്രബോധനൻ കേൾവിക്കാരന് ചർദ്ദൽ മുട്ടുന്ന ഭാഷ ഉപയോഗിക്കരുത്. ഞാൻ അങ്ങനെ തന്നെയാണ് എഴുതിയത്. പ്രബോധന
തെറ്റുകാരനെ ശ്രദ്ധയിലൂട്ടുന്ന ഭാഷ ഉപയോഗിക്കുക. അങ്ങനെ പറഞ്ഞപ്പോ ഇവർ രണ്ട് പ്രമുഖരായ ആളുകൾ വിളിച്ചിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കൂല. രണ്ട് കാരണമാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്തരം സ്വഭാവം ഒരു പ്രബോധകൻ എന്നല്ല, ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ സമുദായത്തിൽ പലപ്പോഴും പലതരത്തിൽ സാംസ്കാരിക പ്രസംഗങ്ങളും നടത്താൻ ചിലപ്പോഴൊക്കെ അതിനും കൂടി ചിലപ്പോഴൊക്കെ അത്തരം സമയങ്ങളും അതിന് സംബന്ധമായിട്ടുള്ള അത്തരം ഒരു പിന്നെ ചാൻസും കിട്ടാറുള്ളതാണെന്ന് കരുതുന്നു. ഇത്തരം പ്രസംഗങ്ങൾ കൊണ്ടുണ്ടാകുന്നത് സമുദായത്തെ തന്നെ അവമതിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോ പലരുടെയും ഉസ്താദ് അദ്ദേഹമാണോ എന്ന് എനിക്ക് തോന്നിപ്പോകും. ആ രീതിയിലാണ് പ്രസംഗം. എത്ര അമാന്യമാണ്, എത്ര അമാന്യമാണ്. സദസ്സിലിരിക്കുന്നവരെ എടാ പോടാ എന്ന് വിളിച്ചു നിൽക്കുന്ന ഒരുതരം അമാന്യമായ പ്രസംഗങ്ങൾ. നമ്മുടെ അഭിവന്ദരെന്ന് നാം ഏറ്റവും നന്നായി പറഞ്ഞ ഒരു കാലത്ത് ഒരു പുൽക്കൊടിക്ക് പോലും നോവാത്ത വിധം നടന്നു പോയവരുടെ പ്രാതിനിധ്യമുള്ളവർ അവരാണ് ഇന്ന് ഒലക്കാമോ എന്തൊക്കെ പ്രസംഗങ്ങൾ. ഞാൻ എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു സദസ്സിനോട് ചെയ്യേണ്ട പ്രസംഗത്തിന്റെ സ്വഭാവത്തിന്റെ അപ്പുറത്ത് നിന്ന് അത്തരം ഭാഷ ഉപയോഗിക്കുമ്പോൾ എനിക്ക് വിനീതമായി പറയാൻ തോന്നുന്ന കാര്യമില്ല. നിങ്ങൾ ഈ സമുദായത്തിലെ പുതിയ തലമുറയെ മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകുന്ന വിധം, നിങ്ങളെയും നമ്മളെയും കുറിച്ചെല്ലാം അവമതിപ്പുണ്ടാകുന്ന വിധം ആ പാവപ്പെട്ട പുതിയ തലമുറയെ തെറ്റിക്കരുതേ എന്നാണ് എനിക്ക് വിനീതമായി അപേക്ഷിക്കാൻ. വളരെ വേദനയോടെയാണ് പറഞ്ഞത്. കാരണം ഒരാൾ എങ്ങനെ മാതൃകയാവണമെന്ന് അദ്ദേഹത്തിന്റെ ഭാഷണത്തിലുണ്ടാകും, അദ്ദേഹത്തിന്റെ സംസാരത്തിലുണ്ടാകും. നമ്മൾ ഇതിനു മുമ്പേ മഹാരഥന്മാരെ കണ്ടു. ഞാൻ ഈ വിഷയത്തിൽ ആദ്യം ഇത്തരം ഒരു പ്രയോഗം നടത്തിയ ആളെ വിമർശിച്ചപ്പോൾ ചിലർ പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ പറഞ്ഞില്ലേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ തുടങ്ങും. ചില പ്രത്യേക സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് ഹുദൈബിയ സന്ധിയിൽ സിദ്ദീഖ് റളിയല്ലാഹു തആല പെട്ടെന്ന് പൊട്ടിത്തെറിച്ച ഒരു സന്ദർഭമുണ്ട്. ഞാൻ ആ പ്രസംഗം ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ നടത്തിയിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, ആ സന്ദർഭത്തെ ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ഒരു സാമൂഹിക ബോധം വേണം പ്രഭാഷകന്. അതില്ലാതെ പോകുന്ന അബദ്ധം സംഭവിക്കുകയാണ് നമ്മുടെ ഈ പറയപ്പെട്ടവർ ഈ പലരിലും. അതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നതിൽ ഇവർക്ക് ചില ഗൂഢോദ്ദേശങ്ങളുണ്ട്. സമുദായ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താൻ